ഹായ്, ഇന്ന് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പലരും പല രൂപത്തിലായിരിക്കും മത്തിക്കറി വെക്കുക. ഞങ്ങളെ നാട്ടിൽ എങ്ങനെ മത്തിക്കറി വെക്കണമെന്ന് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അതിനു വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ 4 പേരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അത് കാരണം തന്നെ ഞങ്ങൾ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ ചേർത്തിട്ട് ഒരുപാട് നേരം ഇളക്കി കൊടുക്കണ്ട. നമ്മൾ മെല്ലെ ഒന്ന് താത്തി കൊടുക്കുക. അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും കറിവേപ്പില ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുത്താൽ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.